മക്കൾക്ക് തൊഴിലില്ല എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. ആരാ പറഞ്ഞു തൊഴിലില്ലാന്ന്? ഇവിടെ ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ തോട്ടം മേഖലയില്, ഫാക്ടറികളില്, വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളില്ല. ഇവരെല്ലാം ഈ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരിപ്പോ ഇലക്ഷന് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. പല തോട്ടങ്ങളും ഇപ്പം പല തോട്ടങ്ങളും ഞാൻ ഫാർമേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഞാൻ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. സാർ എന്താ ജോലി എന്തായിരുന്നു? ഞാൻ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്. കൃഷിക്കാരനാണ്. മക്കളോ? എന്റെ മക്കള് ഡിഗ്രി പഠിച്ച് അവർ അതിനകത്ത് സാറിന്റെ മക്കൾക്ക് ഡിഗ്രി പഠിച്ച് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാം. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരുടെ ഞാൻ പറയുന്നത് ഈ തൊഴിലെന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ്. തൊഴിലെന്ന് പറയുന്നത് തൊഴിലെന്ന് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന സാങ്കേതികമായ ചില ചർച്ചകളാണ്. നിങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മുതലെടുപ്പുകളാണ് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പക്ഷെ ഇവിടെ തൊഴിലില്ലാതെ എത്രയോ പ്രസ്ഥാനങ്ങൾ പൂട്ടിപ്പോയിരിക്കുന്നു. ഇവിടെ തൊഴിലാളികളെ കിട്ടാത്തതിന്റെ പേര് പൂട്ടിപ്പോയിരിക്കുന്നു. ഇതെന്താ നിങ്ങൾ പറയാത്തത്? ഇവിടെ ഹൈറേഞ്ച് ചെല്ല്, അവിടെ എല്ലാം തോട്ടങ്ങളും ആളുകളില്ലാതെ ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറക്കണം. നിങ്ങളുടെയൊക്കെ യുവജന പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവർക്ക് അവരെ കേരളത്തിനകത്ത് ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിനകത്ത് വന്നത് തോട്ടം തൊഴിലാളി ആവാൻ വേണ്ടിയിട്ടല്ല. അതിന് ആ ജോലി ചെയ്യുന്നത് അമാന്യമാണെന്ന നിലപാട് എനിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നയാളാണ്. ഞാൻ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള ജോലി ചെയ്തിട്ട് വളർന്നു വന്നയാളാണ്. അതുകൊണ്ട് ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്ന് കയറാൻ വേണ്ടിയിട്ട് പാറപ്പണിക്ക് പോയിട്ട് ഉറക്കമിളച്ച് പഠിച്ച ചെറുപ്പക്കാരനോട് നിങ്ങൾ തോട്ടം തൊഴിലാളി ആയാൽ പോരെ എന്ന് ചോദിക്കുന്നത് അതൊരു ഫ്യൂഡൽ നിലപാടാണ്. ആ നിലപാട് കേരളത്തിലെ യുവാക്കളോട് വേണ്ട. ആ നിലപാട് കേരളത്തിലെ യുവാക്കളോട് വേണ്ട എന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ വന്ന കുറെ കുഞ്ഞുങ്ങള് ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നേ കിടന്ന് ഉരുണ്ടല്ലോ. മത്സ്യത്തൊഴിലാളിയുടെ മകൻ മീൻ പിടിക്കാൻ പോയാൽ മതി, കയർ തൊഴിലാളിയുടെ മകൻ കയറുരിക്കാൻ പോയാൽ മതി, കർഷക തൊഴിലാളിയുടെ മകൻ പാടത്ത് പണിയെടുത്താൽ മതി എന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും വൈറ്റ് കോളർ ജോബും സാധാരണക്കാരന്റെ മക്കൾ സർക്കാർ ജോലി മാത്രം ചെയ്യാൻ പാടില്ല. എല്ലാ ജോലിക്കും അതിന്റേതായ മഹത്വമുണ്ട്. അപ്പൊ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ആ പറഞ്ഞ നിലപാട് ശരിയല്ല.